ഇടക്കൊച്ചി നോർത്ത് 15ാം ഡിവിഷൻ ADSന്റെ 27ാം വാർഷികം കൊച്ചി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ രംഗത്ത് 27 വർഷമായി മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ADS സെക്രട്ടറിയും CDS എക്സിക്യൂട്ടീവ് അംഗവുമായ കലാവേണി കജനെ ചടങ്ങിൽ ആദരിച്ചു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇടക്കൊച്ചി നോർത്ത് 15ാം ഡിവിഷന്റെ 27ാമത് ADS വാർഷികം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെല്ലാം ഒരു പ്രാവശ്യം പുരുഷനാണ് ഭരിക്കുന്നതെങ്കിൽ അടുത്ത 5 വർഷം സ്ത്രീകളാണ് ഭരിക്കുന്നത്. സ്ത്രീകളെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കൃത്യനിഷ്ഠയോടെയൊക്കെ ചെയ്യുമെന്ന് സർക്കാരിന് ഒരു ഉറപ്പുകൊണ്ടാണ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് അല്ലെങ്കിൽ വനിതാ വികസനത്തിന് വേണ്ടി കൂടുതൽ ഫണ്ടുകൾ ചെലവാക്കുന്നത്. സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. ആ ഒരൊറ്റ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ നിങ്ങൾക്കെല്ലാം സഹായം ചെയ്യുന്നത്. നിങ്ങളതനുസരിച്ച് ചെയ്യണം. ഇവിടെ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ വളരെ നല്ല രീതിയിലാണ് നിങ്ങളുടെ ഈ 15ാം ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. എല്ലാ വർഷവും നിങ്ങൾ വാർഷികാഘോഷം നടത്തും. ഇന്ന് പ്രതികൂല സാഹചര്യമായിട്ട് പോലും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു ഇതിലൊക്കെ പങ്കുകൊണ്ടു. ഇതിലെല്ലാം നല്ല രീതിയിൽ തന്നെ എന്നെ സഹകരിക്കുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. വാദ്യമേളങ്ങളോടുകൂടിയാണ് ഞങ്ങളെ കൊണ്ട് ആനയിച്ചത്. അത്രയും വരെ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ പോയി അതങ്ങനെ ആലോചിച്ച് ഓരോന്ന് പ്ലാൻ ചെയ്ത് വേണ്ട രീതിയിൽ തന്നെ എങ്ങനെയൊക്കെ ചെയ്യണം. ഒരു പുരുഷന്റെ സഹായമില്ലാതെ എല്ലാ കാര്യവും എങ്ങനെ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകണമെന്ന ഇതിന്റെ തലപ്പത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ആലോചിച്ച് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മഴയായാലും വെയിലായാലും ഞങ്ങൾ നടത്തിയിരിക്കും. അത് ഒരു ഉറപ്പാണ്. ADS ചെയർപേഴ്സൺ ഷൈനി ജൂബിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ ജീജ ടെൻസൺ മുഖ്യപ്രഭാഷണം നടത്തി. മഴയുടെ പെടുത്തുകൾക്കിടയിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ADSന്റെ വാർഷികത്തിൽ ആയിരിക്കുന്നത്. ഡിവിഷന്റെ പ്രഥമ വനിത എന്ന നിലയിൽ ഏറെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിന്നാണ് ഇന്നിവിടെ ആയിരിക്കുന്നത് ഞാൻ. കാരണം നമ്മുടെ ഡിവിഷനിൽ തന്നെ 2 വീടുകളുടെ മേൽക്കൂര ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലും നിലംപതിച്ചു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും വെള്ളക്കെട്ടവും വളരെ രൂക്ഷമായി തുടർന്ന സാഹചര്യമായിരുന്നു. അതിനിടയിൽ നിന്ന് പള്ളുരുത്തി കോർപ്പറേഷൻ ഓഫീസിൽ ഇന്നൊരു റിട്ടയർമെന്റിന്റെ ചടങ്ങുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. കുടുംബശ്രീയെ കുറിച്ച് വളരെ വിശദമായി തന്നെ എനിക്ക് മുൻപ് സംസാരിച്ചിരുന്നവർ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ADS വൈസ് ചെയർപേഴ്സൺ കവിത റിനോദ്, നളിനി KP, CDS ചെയർപേഴ്സൺ നബീസ ലത്തീഫ്, മെമ്പർ സെക്രട്ടറി നിഷ ചന്ദ്രൻ, NULM CO റുഹൈന, 16ാം ഡിവിഷൻ ADS ചെയർപേഴ്സൺ വിജി അനിൽ, ജീജ പ്രമോദ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിനുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് കുടുംബശ്രീ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1770 CDSകളും 19,000-ഓളം ADSകളും അതുപോലെ തന്നെ കേരളത്തിലെ 48 ലക്ഷത്തോളം കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കേരളത്തിലേക്ക് കുടുംബശ്രീയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, കുടുംബശ്രീ എന്ന് പറയുന്നത് വേറൊരു ലെവലായി മാറിയിരിക്കുകയാണ്. റേഡിയോ ജോക്കി ശരത് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സ്ത്രീകളെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. തീർച്ചയായിട്ടും ബന്ധങ്ങളില്ലാതെ തന്നേടികളായ സ്ത്രീകളെ സൃഷ്ടിച്ചു കുടുംബശ്രീ. എന്താണ് തന്നേടി എന്നുള്ളത് ഒരു ഡെഫിനിഷൻ ഉണ്ട്. തന്റെ ഇടം കണ്ടെത്തുന്നതാണ് തന്നേടി. വെസ്റ്റ് CDS തലമുറ സംഗമം പരിപാടിയിലും ADS വാർഷിക പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലും വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി. ADSന്റെ 27ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബശ്രീ രംഗത്ത് 27 വർഷമായി മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയ ADS സെക്രട്ടറിയും CDS എക്സിക്യൂട്ടീവ് അംഗവുമായ കലാവേണി കജനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.